ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. ഒരു ഉഗ്രൻ ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇന്നത്തെ റെസിപ്പി. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കി നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആട്ടോ ഇത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. അധികം എരിവില്ലാത്ത കുരുമുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അരമണിക്കൂർ മാറ്റിവെക്കാം. ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റിവെക്കാം. ഇതിനായിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 3 കപ്പ് തേങ്ങ ചിരകിയതിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്നാം പാൽ എടുത്തു വയ്ക്കാം. ബാക്കി വന്ന തേങ്ങാക്കൊത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും കൂടി എടുത്തു വയ്ക്കാം. വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മൂന്നാം പാൽ എടുത്തു വയ്ക്കാം. ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 2 ചെറിയ പീസ് പട്ട, 4 ഏലക്ക ചതച്ചത്, 4 ഗ്രാമ്പു, 4 തക്കോലത്തിൻ്റെ ഇതളും കൂടി ഇട്ട് മൂപ്പിച്ച് 2 വലിയ സവാള ഹാഫ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും ചേർത്ത് ഇതിനെ ഒന്ന് വാടി വരുമ്പോൾ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. 4-5 പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. അധികം എരിവില്ലാത്തതാണെങ്കിൽ ഒരു 6 മുതൽ 8 വരെ പച്ചമുളക് വരെ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിന് വഴറ്റി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ സ്റ്റൂവിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. കറിക്ക് ഒരു ചെറിയ തിക്നെസ് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിന് വഴറ്റി ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ 1.5 ടീസ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. കറിക്ക് ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നന്നായി ഒന്ന് വഴറ്റി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു 5-6 മിനിറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഒരു 3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് സോട്ടായി അതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ഒരു പാകത്തിൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാലും രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടപ്പ് ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു 8 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം നമുക്ക് അടപ്പ് തുറക്കാം. ചിക്കൻ ഒരു പകുതി വേഗമാകുമ്പോൾ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും കൂടി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടപ്പ് പൂർണ്ണമായിട്ടും അടച്ചു വെച്ചിരുന്നാൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കറി ചിലപ്പം തിളച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കണമെന്ന് പറയുന്നത്. ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ശേഷം നമുക്ക് അടപ്പ് തുറക്കാം. കറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത ശേഷം ഒരിക്കലും അത് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ ഒന്ന് അനത്തിയെടുക്കുക കേട്ടോ. തിളയ്ക്കാനേ പാടില്ല. തിളച്ചു പോയാൽ അത് പിന്നെ അങ്ങ് പിരിഞ്ഞതുപോലെ ആയിപ്പോകും കേട്ടോ. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് പച്ചമുളക് ആയാലും കുരുമുളക് പൊടി ആയാലും നല്ല എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവും കൂടെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ.
നിങ്ങൾ കൂടെ നിന്ന് തന്നെ കറി ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്. ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 4-5 ചെറുള്ളി നൈസായിട്ട് അരിഞ്ഞതും കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് ചുവന്ന് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കറിയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡിയായ കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷനാണ്.